Pope Leo XIV takes the thurible, and incense is the altar. Incense symbolizing our prayers, rising up to God. ആഗോള കത്തോലിക്ക സഭയുടെ തലവനായി ലിയോ 14 മാർപ്പാപ്പയെ സ്ഥാനാരോഹണം നടത്തുന്ന ചടങ്ങുകളാണ് തത്സമയം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആന്റണി ജെസ് ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, ലിയോ 14 മാർപ്പാപ്പയെ ഔദ്യോഗികമായി വാഴിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. തീർച്ചയായും ആഗോള കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ഒരു സന്തോഷത്തിന്റെ ദിവസമാണ്, അഭിമാനത്തിന്റെ ഒരു ദിവസമാണ്. പുതിയ ഇടയൻ, കത്തോലിക്ക സഭയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിന് ശേഷം പുതിയൊരു ഇടയൻ വരികയാണ്. ലിയോ 14 മാർപ്പാപ്പ. അദ്ദേഹം, നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച നടന്ന കോൺക്ലേവിലാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അമേരിക്കയിൽ നിന്നുള്ള കർദിനാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെയാണ് അടുത്ത 267ാമത്തെ കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയായി കോൺക്ലേവ് തിരഞ്ഞെടുത്തത്. ഏതായാലും അതിൻ്റെ ഔദ്യോഗികമായ സ്ഥാനാരോഹണ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് മുന്നോടിയായുള്ള ദിവ്യബലി സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ നടക്കുകയാണ്. ആദ്യം അദ്ദേഹം ബസിലിക്കയ്ക്കുള്ളിലാണ് ആ ചടങ്ങുകൾ തുടങ്ങിയത്. ബസിലിക്കയുടെ അടിയിലുള്ള വിശുദ്ധ പത്രോസിൻ്റെ ശവകുടീരം, ആദ്യത്തെ മാർപ്പാപ്പയാണ് വിശുദ്ധ പത്രോസ്. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായ വിശുദ്ധ പത്രോസാണ് ആദ്യ മാർപ്പാപ്പയായി മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ ശവകുടീരം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ശവകുടീരമുണ്ട്. അവിടെ എത്തി പൗരസ്ത്യ സഭകളിലെ പാർത്തിയാർക്കീസ്മാർക്കൊപ്പം മാർപ്പാപ്പ അവിടെ പ്രാർത്ഥന നടത്തി. അവിടെ ആ പ്രാർത്ഥന നടത്തുന്നത് ഈ ആദ്യ മാർപ്പാപ്പയായ പത്രോസും അതുപോലെ തന്നെ ഈ നിലവിലെ ബിഷപ്പായ, അതായത് റോമിലെ ബിഷപ്പും മാർപ്പാപ്പയുമായി ലിയോ 14 തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ചടങ്ങിൻ്റെ ഭാഗമായാണ് അത്തരത്തിൽ അവിടെ ആ പ്രാർത്ഥന നടത്തുന്നത്. അവിടെ നിന്ന് ഡീക്കന്മാർ, 2 ഡീക്കന്മാരാണ് അവർ ഈ മാർപ്പാപ്പയുടെ ഈ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെന്ന് പറയുന്നത് മുക്കുവൻ്റെ മോതിരം അണിയിക്കലും അതുപോലെ തന്നെ പാലിയവും അണിയിക്കലുക എന്നുള്ള ചടങ്ങാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. ഈ സ്ഥാനാരോഹണത്തിൽ നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായുള്ളത് ആ പാലിയവും അതുപോലെ തന്നെ മുക്കുവൻ്റെ മോതിരവും ബൈബിളും ഏന്തി അല്പസമയം മുമ്പ് നമ്മൾ കണ്ടതുപോലെ തന്നെ പൗരസ്ത്യ സഭകളിലെ പാർത്തിയാർക്കീസ്മാരും അതുപോലെ തന്നെ സഭയുടെ കർദിനാൾമാരും അടങ്ങുന്ന സംഘം അവിടെ നിന്ന് പത്രോസിൻ്റെ ശവകുടീരത്തിൽ നിന്ന് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് പ്രദക്ഷിണമായാണ് ഇപ്പോൾ അൾത്താരയിലേക്ക് എത്തിയത്. ഇപ്പോൾ ആ പ്രാർത്ഥന, ഈ സ്ഥാനാരോഹണ ചടങ്ങിൻ്റെ ഭാഗമായുള്ള ദിവ്യബലി തുടങ്ങുകയാണ്. അതിൻ്റെ ഒരു ക്രമം ഇങ്ങനെയാണ്. ഈ കുർബാനയിൽ സുവിശേഷ വായന ഉണ്ട്. സുവിശേഷ വായനയ്ക്ക് ശേഷം ലിയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനചിഹ്നങ്ങൾ അണിയിക്കുക എന്നുള്ളതാണ് ആ ചടങ്ങ്. പ്രധാനമായും ആ ഘട്ടത്തിലാണ് നടക്കുക. അതിന് 3 കർദിനാൾമാരാണ് അത് ചെയ്യുക. ലോകത്തിൻ്റെ വിവിധ 3 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ഓരോ കർദിനാൾമാർ ആ ചടങ്ങ് നിർവഹിക്കും. അതിൽ ആദ്യത്തെയാളാണ് ലിയോ 14 പാലിയം അണിയിക്കുന്ന ചടങ്ങ് നിർവഹിക്കുക. അതിനുശേഷം 2ാമത്തെ ആൾ മാർപ്പാപ്പയ്ക്ക് ദൈവീക സഹായം തേടുന്ന പ്രാർത്ഥന ചൊല്ലും. അതിനുശേഷം 3ാമത്തെ കർദിനാൾ പ്രാർത്ഥന നടത്തിയാണ് ഈ മുക്കുവൻ്റെ മോതിരം അണിയിക്കുന്നത്. ഇതോടുകൂടി അദ്ദേഹം ഔദ്യോഗികമായി കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായി ചുമതലയേൽക്കും. അതോടുകൂടി ആ ചടങ്ങ് പൂർത്തിയാകും. ദിവ്യബലി പിന്നീടുമുണ്ട്. ആ ദിവ്യബലിക്കിടയിൽ സുവിശേഷ വായനയ്ക്ക് ശേഷമാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുക. ഏതായാലും അതിലേക്ക് അല്പസമയം മാത്രമാണ് അതിലേക്ക് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കത്തോലിക്ക സഭയെ സംബന്ധിച്ച് വലിയ ഒരു അഭിമാനത്തിൻ്റെ നിമിഷമാണ്. ഏതായാലും വിശുദ്ധ ദിവ്യബലി ഇപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ പ്രധാനമായും ഈ പാലിയത്തെക്കുറിച്ചും അതുപോലെ തന്നെ മുക്കുവൻ്റെ മോതിരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആദ്യത്തെ മാർപ്പാപ്പ വിശുദ്ധ പത്രോസ്, അദ്ദേഹം ഒരു മുക്കുവനായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. ആ മോതിരത്തിലുള്ളത് വിശുദ്ധ പത്രോസ് വഞ്ചിയിലിരുന്ന് വലവീശുന്നൊരു ചിത്രവും പാപ്പയുടെ പേരുമാണ്. അതായത് ലിയോ 14 പേരും ആണ് നിലവിൽ ആ മോതിരത്തിൽ ഉണ്ടാവുക. മുക്കുവൻ്റെ മോതിരം, അത് ഈ പത്രോസ്, ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് മുക്കുവനായിരുന്നത് കൊണ്ടാണ് അതിന് മുക്കുവൻ്റെ മോതിരം എന്ന് പറയുന്നത്.
ഏതായാലും ഓരോ മാർപ്പാപ്പയ്ക്കും വേണ്ടി ഓരോ മോതിരങ്ങളാണ് തയ്യാറാക്കുക. അതായത് ഓരോരുത്തർക്കും ഓരോ ചിഹ്നങ്ങളുണ്ട്. അത് ഔദ്യോഗിക മുദ്രയാണ്. ആ ഒരു മാർപ്പാപ്പ കാലം ചെയ്യുമ്പോൾ അതോടുകൂടി ആ മോതിരം അത് നശിപ്പിച്ച് കളയുകയാണ് പതിവ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ മോതിരങ്ങളാണ് ഉള്ളത്. അത് സ്വർണത്തിലും വെള്ളിയിലും ഒക്കെയായാണ് നിർമ്മിക്കുക. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ സ്വർണ്ണ മോതിരമാണ് അണിഞ്ഞത്. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വെള്ളി പൂശിയ മോതിരമാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ ഓരോ മാർപ്പാപ്പന്മാരും അത് ഏത് തരത്തിൽ വേണമെന്നുള്ളത് അവർ തന്നെയാണ് തിരഞ്ഞെടുക്കുക. അങ്ങനെ ആ മുക്കുവൻ്റെ മോതിരം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധികാര ചിഹ്നം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാര്യങ്ങൾക്ക്, അതായത് സഭയുടെ ഔദ്യോഗിക ഉത്തരവുകളിൽ അടക്കം സീൽ പതിക്കുന്നത് ഈ മോതിരത്തിലെ ഈ ചിഹ്നമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധികാര ചിഹ്നമാണ് മാർപ്പാപ്പയുടെ. അതിന് പിന്നൊന്നുള്ളത് പാലിയമാണ്. അത് കഴുത്തിന് ചുറ്റും അണിയുന്ന വെളുത്ത തുണിയാണ് ഈ പാലിയം എന്ന് പറയുന്നത്. ഇത് മാർപ്പാപ്പയുടെ അധികാരത്തെയും ഉത്തരവാദിത്വത്തെയും സൂചിപ്പിക്കുന്ന ഒന്നാണ് പാലിയം എന്ന് പറയുന്നത്. ദിവ്യബലി അർപ്പിക്കുമ്പോൾ നമ്മൾ കാണുന്ന തിരുവസ്ത്രം, ദിവ്യബലി അർപ്പിക്കുമ്പോൾ കാണുന്ന ആ വസ്ത്രം, അതിന് മുകളിലാണ് പാലിയം അണിയുക. നമ്മൾ മാർപ്പാപ്പന്മാരുടെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ അതിൽ കണ്ടിട്ടുണ്ടാകും. അത്തരത്തിൽ ആ പാലിയം അങ്ങനെയാണ് അണിയുക. പാലിയം ധരിക്കുന്നത് ക്രിസ്തുവിൻ്റെ 5 തിരുമുറിവുകളെ സൂചിപ്പിച്ച് 5 കുരിശുകൾ പാലിയത്തിലുണ്ട്. അതായത് ആ പാലിയം നമ്മൾ കാണുമ്പോൾ അതിൽ 5 കുരിശുകളാണുള്ളത്. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ അദ്ദേഹത്തിൻ്റെ 5 തിരുമുറിവുകളുണ്ട് എന്നാണ് പറയപ്പെടുക. അപ്പോൾ ആ 5 തിരുമുറിവുകളെ പ്രതിനിധീകരിച്ച 5 കുരിശുകളാണ് ഈ പാലിയത്തിൽ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആ പാലിയം ധരിക്കുന്നതിലൂടെ കൂടി വ്യക്തമാക്കുന്നത്. ഇത് യേശു എന്ന നല്ലിടയനാണ് ഈ വസ്ത്രം ഓർമ്മിപ്പിക്കുന്നത്. അതായത് ഇടയൻ്റെ വസ്ത്രം എന്നുള്ളതാണ് ഈ പാലിയത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. ഏതായാലും ഈ 2 കാര്യങ്ങളാണ്. ഈ പാലിയം തയ്യാറാക്കുന്നതിലും ചില പ്രത്യേകതകളുണ്ട്. കുഞ്ഞാടുകളുടെ രോമം കൊണ്ടാണ് പാലിയം നെയ്യുന്നത്. ഓരോ വർഷവും സെയിൻറ്റ് അഗ്നസിൻ്റെ തിരുനാളിൽ ട്രൈ ഫോണ്ടെയിനിൽ നിന്ന് 2 കുഞ്ഞാടുകളെ റോമിലെ സെയിൻറ്റ് ആഗ്നസ് ബസിലിക്കയിലേക്ക് എത്തിക്കും. അവിടെ വിശുദ്ധ പൗലോസ് രക്തസാക്ഷിത്വം വരിച്ച ഇടമാണ് ട്രൈ ഫെൻറ്റെയിൻ എന്നാണ് വിശ്വാസം. അതായത് യേശുവിൻ്റെ ശിഷ്യനായിരുന്ന വിശുദ്ധ പൗലോസ് അവിടെ വെച്ചാണ് രക്തസാക്ഷിയായത്, ഈ ട്രൈ ഫെൻറ്റെയിൻ എന്ന സ്ഥലത്ത്. അവിടെ നിന്നാണ് ഈ കുഞ്ഞാടുകളെ എത്തിക്കുന്നത്. അവിടെ ഈ കുഞ്ഞാടുകളെ ബസിലിക്കയിൽ എത്തിച്ച ശേഷം, സെയിൻറ്റ് ആഗ്നസ് ബസിലിക്കയിൽ എത്തിച്ച ശേഷം അവരെ ആശീർവദിക്കും. അത് കഴിഞ്ഞ് മാർപ്പാപ്പയ്ക്ക് സമ്മാനിക്കും. ട്രസ്റ്റീവേരയിലെ സെയിൻറ്റ് സെസിലിയ ബസിലിക്കയിലെ ബെനഡിക്റ്റിൻ കന്യാസ്ത്രീകൾക്കാണ് ഇവയുടെ പരിപാലന ചുമതല. അവർ ഈ കുഞ്ഞാടുകളെ പരിപാലിക്കും. അങ്ങനെ ഈസ്റ്ററിന് തൊട്ട് മുൻപ് ഇവയുടെ രോമം കത്തിരിക്കും, അത് മുറിച്ചെടുക്കും. ഓരോ കുഞ്ഞാടുകളുടെയും രോമം മുറിച്ചെടുക്കും. അതുപയോഗിച്ചാണ് പാലിയം തയ്യാറാക്കുക. പുതിയതായി നിയമിതരാകുന്ന ആർച്ച് ബിഷപ്പുമാർക്കുള്ള പാലിയം ഉണ്ടാക്കുന്നതും ഇതിൽ നിന്ന് തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ലോകമെങ്ങുമുള്ള കത്തോലിക്ക വിശ്വാസ സമൂഹം. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, അതുപോലെ തന്നെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി അടക്കമുള്ള ലോക നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ലോക്സഭയുടെ ഉപാധ്യക്ഷനാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ഇന്ത്യയിൽ നിന്നുമുള്ള പ്രതിനിധികളുണ്ട്. ലോകം മുഴുവനുള്ള വിശ്വാസ സമൂഹം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അണിനിരന്നിരിക്കുന്നു. അവരുടെ പുതിയ ഇടയൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് കാണാൻ. ഏതായാലും ആ സ്ഥാനാരോഹണ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള ദിവ്യബലി ഇപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക അൾത്താരയിൽ നടക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. സഭയിലെ എല്ലാ കർദിനാൾമാരുമുണ്ട്, ആർച്ച് ബിഷപ്പുമാരുണ്ട്, അതുപോലെ തന്നെ ബിഷപ്പുമാരുണ്ട്, നിരവധി വൈദികരുണ്ട്, സന്യാസികളുണ്ട്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയിട്ടുള്ള നിരവധി വിശ്വാസികളും ആ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആ ദിവ്യബലി ഇപ്പോൾ അവിടെ തുടരുകയാണ്.